വൈ നോട്ട് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറയുന്നത് 1 എന്ന് വരും. ഇനി x1 എന്ന് പറയുന്നത് ഈ എക്സ് നോട്ടിൻ്റെ കൂടെ നമ്മൾ എച്ചിൻ്റെ വാല്യൂ 0.1 ആഡ് ചെയ്തതാണ്. എന്നിട്ട് y1 നമ്മൾ ഇത് ഓയിലർ മെത്തേഡിൻ്റെ ഇക്വേഷനാണ്. ഈ ഇതിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഓയിലർ മെത്തേഡാണ് ഈ പറയുന്നത്. ഇപ്പോൾ y1 എന്ന് പറയുന്നത് y നോട്ട് പ്ലസ് എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആയിരിക്കും. അത് 0.1 കിട്ടും. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ വൈ വൺ കണ്ടുപിടിച്ചു. ഇനി അതേപോലെ x3 എന്ന് പറയുന്നത് 0.3 ആണ്. അപ്പോൾ y3 നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ എഫ് ഓഫ് x3 y3 കണ്ടുപിടിച്ചു. ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ അതിൻ്റെ വാല്യൂസ് കൊടുത്തിട്ടാണ് എഫ് ഓഫ് x3 y3 കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ടു സ്റ്റാർട്ട് ദ ഫസ്റ്റ് ഐട്രേഷൻ ഓഫ് ദ പ്രെഡിക്റ്റർ കറക്റ്റർ മെത്തേഡ് വി നീഡ് f0, f1, f2, f3 വിച്ച് വർ കാൽക്കുലേറ്റഡ് എബോ. അപ്പോൾ നമ്മൾ f0ഉം f1ഉം f2ഉം f3 നമുക്ക് ആവശ്യമുണ്ട്. f0 എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് തന്നെയാണ്. f2 എന്ന് വെച്ചാൽ എഫ് ഓഫ് x2 y2 ആണ്. അപ്പോൾ f1 എന്ന് വെച്ചാൽ എഫ് ഓഫ് x1 y1 ആണ്. f3 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് x3 y3. അതാണ് നമ്മൾ മുന്നേ ഓയിലേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി now the predictor for y4 is obtained by setting n equal to 3 in equation 5.22. അതായത് predictor for y4 അതിൽ ഇതിൽ എഴുതിയൊരു ഇക്വേഷൻ കണ്ടോ 5.22 എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പ്രെഡിക്റ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് കറക്റ്റർ കിട്ടേണ്ടത്. ടോട്ടൽ ആ മെത്തേഡിന് പറയുന്ന പേരാണ് ആദംസ് മോൾട്ടൺ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ ഈ എന്നിന് നമ്മൾ എന്ത് കൊടുക്കണം? 3 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, എന്നിന് ഇനീഷ്യലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? 3 കൊടുക്കാം. അവിടെ n വേരി ചെയ്യുന്നത് 3 മുതലാണ്. അപ്പോൾ 3 + 4 അത് y4 സ്റ്റാർ. ഇവിടെ എന്ത് വരും? y3 പ്ലസ് ഇക്വേഷനാണ് വരുന്നത്. y3 + h/24 × 55f3. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വന്നത് 0.5394704. അതാണ് അതിൻ്റെ പ്രെഡിക്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ കളക്ടർ കണ്ടുപിടിക്കണം. കളക്ടർ എന്ന് പറയുന്നത് f4 സ്റ്റാർ ആണ്. കറക്റ്റർ എന്ന് പറയുന്നത് എന്നിന് 3 കൊടുക്കുക. അപ്പോൾ y4 ആണ് അതിൻ്റെ കറക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതറിയണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾക്ക് എന്തറിയണം? ഓക്കെ, y4 സ്റ്റാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ഇവിടെ വന്നോട്ടെ, ഞാൻ ഇപ്പോൾ വിളിക്കാം. ഒരു 5 സോറി, ഹലോ. y4 എന്ന് പറയുന്നത് y3 + h/24. അതായത് y4 സ്റ്റാർ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി f4 സ്റ്റാർ കണ്ടുപിടിക്കണം. f4 സ്റ്റാറിൻ്റെ ഇക്വേഷൻ എഫ് ഓഫ് x4, y4 സ്റ്റാർ ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് x4 നമ്മുടെ കയ്യിലുണ്ട്, y4 സ്റ്റാർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വന്ന് 1.91323 കിട്ടും. ഇനി നമ്മൾ അതിൻ്റെ കറക്റ്റർ കണ്ടുപിടിക്കണം. കറക്റ്റർ നമ്മൾ ഇക്വേഷൻ y4 ആണ്. അപ്പോൾ y4 എന്ന് പറയുന്നത് y3 + h/24 × ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആൻസർ 0.5396134 ആണ് വരുന്നത്. ഇനി അപ്പോൾ അത് ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ഐട്രേഷൻ എന്ന് പറയുന്നത് y4 എന്ന് പറയുന്നത് y ഓഫ് 0.4, അതായത് 0.539614 ആയിരിക്കും. ഇനി നെക്സ്റ്റ് ഐട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് വരണം. അതിന് നമുക്ക് എന്തറിയണം? f1 അറിയണം. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, f2 f3 ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ നെക്സ്റ്റ് കണ്ടുപിടിക്കുന്നത് f4 ആണ്. f4 എന്ന് പറയുന്നത് എഫ് ഓഫ് x4 y4, അതായത് 1.91365 വരും. ഇനി ഇത് ഈ f4ൻ്റെ വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ നേരത്തെ f3യുടെ വാല്യൂ യൂസ് ചെയ്തിട്ടല്ലേ ചെയ്തത്. ഇനി f4ൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രെഡിക്റ്റർ കണ്ടുപിടിക്കണം. അതായത് y5 സ്റ്റാർ. അപ്പോൾ ഇക്വേഷൻ എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് f5 സ്റ്റാർ കണ്ടുപിടിക്കുക. y5 സ്റ്റാർ ഇവിടെ കിട്ടും, f5 സ്റ്റാർ കണ്ടുപിടിക്കുക. ദെൻ y5 അതിൻ്റെ കറക്റ്റർ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇത് ഫോളോ ചെയ്ത് വരിക. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഐട്രേഷൻ രണ്ടാമത്തെ ഐട്രേഷനിൽ തന്നെ രണ്ടാമത്തെ ഐട്രേഷൻ തന്നെ ആൻസർ ഏകദേശം 2 ഐട്രേഷനൊക്കെ ചെയ്താൽ മതി, അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പോൾ 2 ഐട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ ആൻസർ എന്ന് പറയുന്നത് y5 = 0.7448385 കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സൊല്യൂഷൻ. അതായത് y = അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് അതാണ്.
ഓക്കെ, ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സോൾ dy/dx is equal to x² into 1 plus y. x is equal to 1.4 using Adams-Moulton method given y of 1 equal to 1, y of 1. ഇവിടെ കുറേ ഇറ്ററേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തണം കേട്ടോ. x0 1, y0 1, x1 1.1, y1 തന്നിട്ടുണ്ട്, x3 y3 തന്നിട്ടുണ്ട്. f of x y എന്ന് പറഞ്ഞാൽ x² into 1 plus y, h എന്ന് പറയുന്നത് 0.1. ഐട്രേഷൻ സ്റ്റാർട്ട് ചെയ്യണം നമുക്ക് f0 f1 f2 അതൊക്കെ അറിയണം, അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ y1 y2 y3 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തന്നിട്ടുണ്ട്. നേരത്തെ ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ടാണ് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ f3 വരെ കണ്ടുപിടിക്കാം. ഇനി പ്രെഡിക്റ്റർ കണ്ടുപിടിക്കണം. പ്രെഡിക്റ്റർ എന്ന് പറയുന്നത് y4 ആയിരിക്കും. അപ്പോൾ y4 ഇവിടെ കിട്ടുന്നത് y4 സ്റ്റാർ ആയിരിക്കും. y4 സ്റ്റാർ എന്ന് പറയുന്നത് 2.5723 കിട്ടുന്നുണ്ട്. ഇനി നമ്മളതിൻ്റെ f4 സ്റ്റാർ കണ്ടുപിടിക്കണം. പിന്നെ അതിൻ്റെ കറക്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ y4 തന്നെ കറക്റ്റ്. അപ്പോൾ 2.574947. അപ്പോൾ y4 എന്ന് പറയുന്നത് 2.574947 ആയിരിക്കും. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.